നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താലൂക്ക് ആസ്ഥാനം ഉപ്പളയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലാൻഡ് റവന്യൂ സെക്രട്ടറിക്ക് കത്ത് നൽകിയത് വിവാദമാകുന്നു. മഞ്ചേശ്വരം വികസന സമിതിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. ബെൽ EML തൊഴിലാളി സമരം ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി. പാർട്ടി പ്രവർത്തകരെ പോലീസ് പീഡിപ്പിക്കുന്നുവെന്ന് ആരോപണം. മധൂരിൽ CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ലൈബ്രറി കൗൺസിൽ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ലൈബ്രറി കൗൺസിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താലൂക്ക് ആസ്ഥാന കേന്ദ്രം ഉപ്പളയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ലാൻഡ് റവന്യൂ സെക്രട്ടറിക്ക് കത്ത് നൽകിയത് വിവാദമാകുന്നു. മഞ്ചേശ്വരം വികസന സമിതിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തി. താലൂക്ക് ആസ്ഥാന കേന്ദ്രം മഞ്ചേശ്വരത്ത് തന്നെ സ്ഥാപിക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം ഉപ്പളയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് സമീറ ലാൻഡ് റവന്യൂ സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. മഞ്ചേശ്വരത്ത് തന്നെ താലൂക്ക് ആസ്ഥാനം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന മഞ്ചേശ്വരത്തെ പല സംഘടനകളെയും സാമൂഹിക പ്രവർത്തകരെയും മുംതാസ് സമീറയുടെ നീക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. മുംതാസ് സമീറയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മഞ്ചേശ്വരം വികസന സമിതിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. സംയുക്ത ജമാഅത്ത് സെക്രട്ടറി ഇബ്രാഹിം ഹാജി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് തന്നെ ഇന്ന് മഞ്ചേശ്വരത്ത് ഈ ജനങ്ങളെ വഞ്ചിക്കുന്നതാണ്. ഇതുപോലത്തെ ഒരു പ്രസിഡന്റ് മഞ്ചേശ്വരത്ത് നമുക്ക് ആവശ്യമില്ല എന്ന് ഞാൻ എൻ്റെ വാക്കിൽ ഓർമ്മപ്പെടുത്തും. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് സ്വന്തം നാടിനെ സ്നേഹിക്കേണ്ടതാണ്. നമ്മുടെ നാടിനെ സ്നേഹിക്കാണ്ട് മറ്റേ തൊട്ടടുത്ത് പോയി ഉപ്പളത്തൂര് താലൂക്ക് സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കത് ആവശ്യമില്ല. വികസന സമിതി പ്രസിഡന്റ് MK മജീദ് അധ്യക്ഷനായിരുന്നു. C അഹമ്മദ് കുഞ്ഞി, BV രാജൻ, ഹരിശ്ചന്ദ്രൻ, ഹമീദ് ഹൊസങ്കടി, ഹരീഷ് മാട എന്നിവർ സംസാരിച്ചു. ലാൻഡ് റവന്യൂ സെക്രട്ടറിക്ക് നൽകിയ കത്ത് പിൻവലിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടുപടിക്കൽ ഉപവാസ സമരം നടത്തുമെന്നും വികസന സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബെൽ EML തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചേക്കും. തൊഴിലാളി പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാസർകോട്ടെ ബെൽ EML കമ്പനിയിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ അറിയിച്ചത്. നെല്ലിക്കുന്ന MLAയുടെ സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബെല്ലിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഉടൻ ഇടപെടുമെന്ന് മന്ത്രി അറിയിച്ചു. രാജ്യത്ത് ബെൽ കമ്പനി വലിയ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കാസർകോട്ട് ഇതിന്റെ ഒരു ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. കെൽമാറി ബെൽ ആയെങ്കിലും തൊഴിലാളികൾ പഴയ സ്ഥിതി തന്നെയാണെന്നും MLA സബ്മിഷനിൽ ചൂണ്ടിക്കാട്ടി. ഈ മാസം 16-ന് കാസർഗോഡ് സന്ദർശിക്കുന്ന വേളയിൽ ബെൽ മാനേജ്മെന്റും തൊഴിലാളി സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. CPM പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി ജയിലിലടക്കുന്നതിൽ പ്രതിഷേധിച്ച് CPM മധൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുട്ടത്തൊടി, ചെട്ടുംകുഴി, പട്ല, ഷിറിബാഗുലു പ്രദേശങ്ങളിലെ CPM പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. മുസ്ലിം ലീഗിന്റെ പണം വാങ്ങി പോലീസ് നടത്തുന്ന പക്ഷപാതപരമായ നടപടി അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാനഗർ പോലീസ് കഴിഞ്ഞ കുറച്ചു കാലമായി CPM പ്രവർത്തകരെ വേട്ടയാടുകയാണെന്ന് മാത്രമല്ല, ഈ പ്രദേശത്തെ ലീഗിനും ലീഗ് പ്രമാണിമാർക്കും അവരെ നോട്ട് കെട്ടുകൾക്കും വേണ്ടി ഈ പോലീസ് സ്റ്റേഷനിലെ ഒരു സംഘം പോലീസുകാർ പ്രവർത്തിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. K ഭുജംഗ് ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VK രാജൻ, ലോക്കൽ സെക്രട്ടറി MK രവീന്ദ്രൻ, S ഉദയകുമാർ, A രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പുരോഗതി, നാട്ടിലെ അറിവും
ജനങ്ങൾക്ക് കിട്ടുന്ന അറിവ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ നിന്നുണ്ടായതാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ, വായനശാലകൾ, അതുപോലെ തന്നെ ക്ലബ്ബുകൾ ഇതൊക്കെയായിരുന്നു നാട്ടിൽ ജനങ്ങൾക്ക് ഒന്നിച്ചുകൂടാനും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ച് വന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. മനുഷ്യന് അറിവ് പകർന്നു തരുന്നത് ഈ പറയുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെയാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ ചെറുപ്പക്കാരെ വായനയിൽ കൊണ്ടുവരാനും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അതിനെ പിന്നോട്ടടിക്കുന്ന രീതിയിൽ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നിയമസഭയിൽ ഇതിന് മറുപടി പറഞ്ഞപ്പോൾ എന്താണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉള്ളതുകൊണ്ട് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കില്ല. യു ശ്യാംഭട്ട് അധ്യക്ഷത വഹിച്ചു. നാരായണൻ പേരിയ മുഖ്യ പ്രഭാഷണം നടത്തി. PVK പനയാൽ, PK അഹമ്മദ് ഹുസൈൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, വാസു ചോറോഡ്, രാഘവൻ വെള്ളിപ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വിദ്യാനഗറിൽ നടന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം അവകാശങ്ങൾക്കെതിരെയുള്ള പോരാട്ടം നടത്തിയതിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തുകയും അതിൽ പോരായ്മകളുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ച് ആ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒരു സംഘടനയുടെ സമ്മേളനം നടന്നത്. ഇതിന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം 15-16 തീയതികളിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ സമ്മേളനത്തിലേക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ എന്താണ് പോരായ്മ ഇതുവരെ ഉണ്ടായത് എന്ന് പരിശോധിച്ച് ആ പോരായ്മ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV പ്രജിത്ത് അധ്യക്ഷനായിരുന്നു. KV ഭക്തവത്സലൻ, TK മുസ്തഫ, ജയൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട്ട് നെഹ്റു കോളേജിൽ ദേശീയ സെമിനാറിന് തുടക്കം. രസതന്ത്രം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ. നെഹ്റു കോളേജിലെ രസതന്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ B വിശാലാക്ഷി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. It belongs to the future generations as well, so we all have this great responsibility of maintaining the natural resources, keeping them clean and passing it on to the future generations. Otherwise, life would be very difficult to live in this planet. So in that way, this seminar is of very good value, and the theme of the seminar has been already emphasized by the author. സംഘാടക സമിതി കൺവീനറും കോളേജിലെ രസതന്ത്ര വിഭാഗം തലവനുമായ P കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിന് ഇനി KC ജേഴ്സി. പ്രസ് ക്ലബ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ജേഴ്സിയുടെ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കറുപ്പും ചുവപ്പും നിറത്തോടു കൂടിയ ജേഴ്സിയിലാണ് ഇനി പ്രസ് ക്ലബ്ബ് കളിക്കാനിറങ്ങുക. കാസർഗോഡിന്റെ ജനകീയ ചാനലായ KC ലോഗോ ടീം വസ്ത്രത്തിന് അഴക് വർദ്ധിപ്പിക്കും. ജേഴ്സിയുടെ പ്രകാശനം നാസർ ഹസൻ അൻവർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M അച്യുതൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി TM ഇക്ബാൽ, ശ്രീജിത്ത്, അനീഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ ജില്ലാ സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. കടകളടച്ച് റേഷൻ വ്യാപാരികൾ കാസർഗോഡ് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. വ്യാപാരികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് മിനിമം വേതനം നൽകുക, റേഷൻ സാധനങ്ങൾ സർക്കാർ ചിലവിൽ കടയിലെത്തിക്കുക, എല്ലാ കാർഡുകാർക്കും പഞ്ചസാര വിതരണം ചെയ്യുക, കാലാവധി കഴിഞ്ഞ റേഷൻ കാർഡുകൾ പുതുക്കി നൽകുക തുടങ്ങിയ വിവിധയിനം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു റേഷൻ വ്യാപാരികൾ ധർണാ സമരം നടത്തിയത്. മുൻ MLA CH കുഞ്ഞമ്പു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു.
അവരുടെ കുടുംബത്തെ നോക്കാൻ കഴിയുമെന്ന് എന്ത് ആൾക്കാരും ഞാൻ MLA ആയിരിക്കുമ്പോൾ ഒരാൾ റേഷൻ കാർഡ് വന്നു. ആ റേഷൻ കാർഡ് പുറത്തെടുക്കാൻ ആദ്യം ചോദിച്ചത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PK അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു. നടരാജൻ, സുധാമയൻ, EK ഉമേഷ് എന്നിവർ സംസാരിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ 15-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടുമെന്നും റേഷൻ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചിറ്റാരിക്കൽ മാലോ മൗണ്ട് സിറ്റി സ്പോർട്സ് ആൻഡ് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 23 മുതൽ 30 വരെ ചിറ്റാരിക്കൽ സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ മാറ്റുരയ്ക്കും. 30 ലക്ഷം രൂപയാണ് ടൂർണമെന്റിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 8000-ഓളം കാണികൾക്ക് കളി ഇരുന്നു കാണുവാനുള്ള സൗകര്യവും ഒരുക്കും. വിജയികൾക്ക് NT തോമസ് മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ടൂർണമെന്റിൽ ഇന്ത്യയിലെ പ്രമുഖരായ IOB ചെന്നൈ, ICF ബാംഗ്ലൂർ, സദേൺ റെയിൽവേ, DPCL കൊച്ചി, KSCB തിരുവനന്തപുരം, ഇന്ത്യൻ ആർമി തുടങ്ങിയ പുരുഷ ടീമുകളും അതിനോടനുബന്ധിച്ച് നടന്ന ടൂർണമെന്റിൽ കേരളത്തിലെ മെയിൻ ടീമുകളായ കേരള പോലീസ്, സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ, അക്ഷംസൺ കോളേജ് ചങ്ങനാശ്ശേരി, സെന്റ് തോമസ് കോളേജ് ഇരിങ്ങാലക്കുട തുടങ്ങിയ വനിതാ ടീമുകളും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൂർണമെന്റ് നടത്തുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായ ജെയിംസ് പന്തമാക്കൽ, ജോസ് കുത്തിയോട്ടിൽ, ഷജി പൂവക്കുളം, പോൾ ജോസഫ്, ജോയ് നടുവിലക്കാറ്റ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് തെരുവത്ത് സിറാമിക്സ് റോഡിലെ പരേതനായ ചന്തുവിന്റെ ഭാര്യ പാർവതി തെരുവത്ത് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി നാഗേഷ് തെരുവത്തിന്റെ മാതാവാണ്. വ്യാഴാഴ്ച രാവിലെ അടുക്കത്ത് വയലിലെ വസതിയിലായിരുന്നു അന്ത്യം. ശ്രീധരൻ, സാവിത്രി, ചന്ദ്രശേഖരൻ, സുധാകരൻ, പത്മനാഭൻ എന്നിവർ മറ്റു മക്കളാണ്. വാരിജാക്ഷി, കൃഷ്ണൻ, ശൈലജ, രാധിക, സിന്ധു, ചഞ്ചലാക്ഷി എന്നിവരാണ് മരുമക്കൾ. മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെ പള്ളം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മരണവിവരമറിഞ്ഞ് വിവിധ മേഖലയിലെ നിരവധി പേർ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം ശനിയാഴ്ച നടക്കും. വൈകിട്ട്